ഈ നാടകത്തിന്റെ സംവിധായകൻ പത്മശ്രീ ഓസ്കാർ അവാർഡ് ജേതാവ് കൂടിയായ സുകുമാരനെ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവർ, ഈ സമൂഹത്തിലാരും നാടകക്കാരായി ജനിക്കും. മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ചാൽ. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ. നാടകം ആരംഭിക്കും. അയ്യോ ഭഗവതി കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി ഭവാനി, നമ്മുടെ മകൾ എവിടെ പോയിടി? ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്? പിന്നെ എന്ത് ചെയ്തു? അമ്പലത്തിൽ പോയിട്ട് അർച്ചനയും വെടിവഴിപാട് നടത്തിയോ? മോളെ, ഇന്നെങ്കിലും കുളിച്ചു വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവ് ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണ് വിശേഷിച്ച്? ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടത്തും. ഇല്ല, കല്യാണം നടക്കില്ല. അത് പറയാൻ നീയാരാ? പറഞ്ഞത് ഞാനാണ്. അതെന്നെ എനിക്ക് പറയരുത്. വലിയവരെ വീട്ടിൽ വന്നിന്റെ കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഞാനാണ്. പാർവതി എന്റെ ഉറപ്പുള്ളത് അവന്റെ മകളാണ് ഞാൻ. അവളെ എനിക്ക് കെട്ടിച്ച് തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന എന്റെ തൂങ്ങിയാടുന്ന നിന്റെ ശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല, ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. മൂന്നുപേരോടും കൂടി കാര്യം പറഞ്ഞേക്കാം. ദൈവം കാര്യം വന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല. ഭവാനി, നമുക്ക് പോകാം. എനിക്കാരോട് ഗുണമില്ല. നീയല്ലേ എന്നെ വറുത്തത്? ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുക.
അമ്മന്റെ തലപോയി തറയടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? അതെ, വെളിയിൽ വന്ന് തലച്ചോറ് കാക്ക കുത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 50 പൈസയ്ക്ക് ഒരു ചോറ് വാങ്ങി തലയിൽ വെച്ച് തന്ന ഈ എന്നോട് ക്ഷമിക്കുമോ? എന്നോട് ക്ഷമിക്കും. ഇന്നലെ വീട്ടിൽ പട്ടിണിയായി. വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാണത്രയും കൂട്ടി ഞാൻ തിന്നു പാർവതി, തിന്നു. രമേശേട്ടനൊരു കൊതിയനാണ്, കൊതിയൻ. പാർവതി, അയ്യോ, അയ്യോ, പപ്പേട്ടൻ. രമേശേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. നിൽക്ക. മോനെ പപ്പ, അമ്മേ, പപ്പ, അമ്മേ. ഞാനും ഒന്ന് കാണട്ടെ പപ്പ. മോനെ, എന്റെ പൊന്നുമോനെ പപ്പ, നിന്നെ ഈ അമ്മ എന്ന കണ്ണു നിറയെ കാണട്ടെടാ. മോനെ പപ്പ, ജയിൽ ജീവിതം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എന്റെ ഉപ്പാട് വന്നു. അവര് നിന്റെ ദേഹോപദ്രവം വല്ലതും? ഏയ്, ചെന്ന വഴി ജയിച്ചുകൊണ്ട് കാലേ വാങ്ങി ഒച്ചയടി. പിന്നെ വീട്ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കൊന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരിയെടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല, പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പന്നിക്കുങ്ങൾ പാർവതി? അതെ, ഉണ്ണിപ്പങ്കൽ പാർവതി. ഞാൻ ഇപ്പൊ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലിഞ്ഞവനെ. ഈശ്വരാ, ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല. കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുത്തി മറച്ചിരിക്കും. നിൽക്ക്. അവന്റെ കൈകൊണ്ട് ചാകാനല്ല അതിന് ഞാൻ വളർത്തിയത്. ഇനി പോടകത്ത്. സവാരി, വിളിക്കടി പോലീസിനെ. വേണ്ട. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് ഞാൻ തട്ടിപ്പോകൽ. അടങ്ങിക്കളയും. അല്ല, അടങ്ങിപ്പോകൽ, തട്ടിക്കളയും. പപ്പേട്ടാ, രമേശേട്ടന് ഒന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. സത്യം പറയടി, ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാൻ സതിമന്ദിരത്തിൽ സുഭദ്രയുടെ മകൻ രമേശനാണ് ഈ ഞാൻ. അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? ഏയ്, ഞാനല്ല. ഇന്നെന്താ ഗർഭത്തെക്കുറിച്ച് സംസാരിക്കാൻ കാരണം? വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്ര തന്നെ. അതെ,